ഈ നാടിനു വേണ്ടി നാം നടത്തുന്ന പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങളിൽ ഒരാൾക്കും ഒരു ഒഴിവ് കഴിവുമില്ല. അതിനാൽ പ്രിയരെ, അടിമത്തത്തിൻ്റെ ഉടയാടകൾ അയച്ചു വെക്കുക. പോരാട്ടത്തിൻ്റെ വീര്യമേറുന്ന തീക്കുപ്പായങ്ങൾ എടുത്തണിയുക. ധൈര്യപൂർവം സ്ഥൈര്യത്തോടെ ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുക. അബൂ ഹംസ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ ജനതയ്ക്ക് ഫലസ്തീൻ മണ്ണിൻ്റെ അവകാശികൾക്ക് നൽകിയ ആഹ്വാനമായിരുന്നു ഇത്. തൻ്റെ ജീവൻ്റെ അവസാന ശ്വാസം വരെയും നാടിനു വേണ്ടി പോരാട്ടത്തിൻ്റെ ഉറച്ച ശബ്ദമായി ഒടുവിൽ തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ ധീര രക്തസാക്ഷിത്വം വഹിച്ച പോരാളി. ഇനിയും ആ മണ്ണിൽ നിന്ന് ഉയർന്നേൽക്കാനുള്ള 1000 ചെറുപ്പങ്ങൾക്ക് നാടിൻ്റെ വീണ്ടെടുപ്പിനായുള്ള വഴികൾ വെട്ടിത്തെളിച്ച് മുന്നിൽ നടന്നു പോയവൻ. 10,000ങ്ങൾക്ക് പ്രചോദനമായി ധീര രക്തസാക്ഷിത്വം തെരഞ്ഞെടുത്തവൻ. ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അഥവാ PIJ സായുധ വിഭാഗമായ അൽ ഖുദ്സ് ബ്രിഗേഡിൻ്റെ സൈനിക വക്താവായിരുന്നു അബൂ ഹംസ എന്ന നാജി അബു സൈഫ്. 200ഓളം പിഞ്ചുമക്കളടങ്ങുന്ന 400ലേറെ ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കിയ തിങ്കളാഴ്ച രാത്രിയിൽ തന്നെയാണ് അബൂ ഹംസയും കുടുംബവും കൊല്ലപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ മരണവിവരം ചൊവ്വാഴ്ച PIJ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വളരെ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും ഫലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനം നമ്മുടെ മഹത്തായ ഫലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളോടും നേതാവ് നാജി അബു സൈഫ് അബൂ ഹംസയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നു. പോരാട്ട പ്രസ്ഥാനം അവരുടെ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് അറിയിച്ചത്: അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സഹോദരൻ്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ച് സയനിസ്റ്റ് സൈന്യം നടത്തിയ അങ്ങേയറ്റം വഞ്ചനാപരമായ ആക്രമണത്തിൽ അവർ അദ്ദേഹത്തെ വധിച്ചു എന്ന് പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നു. അബൂ ഹംസയുടെ കൊലപാതകം നാസി സയനിസ്റ്റ് ക്രിമിനലുകളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നവരെ ജനങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കുന്നത് തുടരാനുള്ള ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തും. ചെറുത്തുനിൽപ്പിൻ്റെ ശബ്ദമായിരുന്നു അബൂ ഹംസ. അള്ളാഹുവിനോടുള്ള ഭക്തിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്തവൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും ആവേശമായിരുന്നു. പ്രതിരോധത്തിൽ എന്നും വീരോചിതമായ നിലപാടുകളുമായി ഉറച്ചു നിന്നവൻ. ഒരിക്കലും പതറാതെ നിലയുറപ്പിച്ചവൻ. പ്രസ്താവന ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു: ദൈവത്തിന് പ്രിയപ്പെട്ടവനായ മധ്യഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ആ ജീവൻ നിലക്കുമ്പോൾ വെറും 25 വയസ്സാണ് പ്രായം. ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം തൻ്റെ കഴിവുകൾ കൊണ്ട് അതിവേഗമാണ് പ്രതിരോധ സംഘത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് എത്തിയത്. തികഞ്ഞ വാക്ചാതുര്യം, സൈനിക സാങ്കേതിക വൈദഗ്ധ്യം. ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിൻ്റെ വക്താവ് അബൂ ഉബൈദയുടേതുപോലെ ഫലസ്തീനികൾ ഏറെ ആവേശത്തോടെ ശ്രമിച്ച ശബ്ദമായിരുന്നു അബൂ ഹംസയുടേതും. ഇന്ന് നമ്മൾ പ്രതികാരത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. സയനിസ്റ്റ് ശത്രുവുമായുള്ള സമഗ്രമായ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ. ഇത് ഒരു തുടക്കം മാത്രമാണ്. ലോകത്തെ ഞെട്ടിച്ച് ഇസ്രായേലിൻ്റെ സിരാകേന്ദ്രങ്ങളിൽ പോരാളികൾ അബാബിൽ പക്ഷികളായി പറന്നിറങ്ങിയ ഒക്ടോബർ 7-ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. പിന്നീട് അങ്ങോട്ട് ഇസ്രായേലിന് മുന്നിൽ തീപ്പൊരിയായി നിരവധി വാക്കുകൾ അദ്ദേഹത്തിൻ്റെതായി ലോകം കേട്ടു. അറബികളോടും മുസ്ലിങ്ങളോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ നിർബന്ധിത പ്രാർത്ഥനകളും ഉപവാസവും കൊണ്ട് അള്ളാഹുവിലേക്ക് തിരിയുന്നത് പോലെ ആയുധങ്ങളും ജിഹാദും കൊണ്ട് ഫലസ്തീനിലേക്ക് തിരിയുക. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. പ്രതിരോധ പ്രസ്ഥാനങ്ങൾ എന്നും ഒന്നിച്ചു നിൽക്കണമെന്ന് എപ്പോഴും ഉണർത്താറുണ്ടായിരുന്നു അദ്ദേഹം. ശത്രുവിനെ അറിയിക്കുക, നമ്മൾ ലെബനൻ, യമൻ, ഇറാഖ് എന്നിവരോടൊപ്പമാണെന്ന്. സമാധാനത്തിലും യുദ്ധത്തിലും ഒരു മുന്നണി, വിധിയിലും തീരുമാനമെടുക്കലിലും പങ്കാളികൾ. ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനമായിരുന്നു ഇത്. നിങ്ങൾ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമാണ്. ഞങ്ങളുടെ തലയിലെ കിരീടങ്ങളാണ് നിങ്ങൾ. നിങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാവാൻ ഞങ്ങൾ ഒരിക്കലും അടിയറവ് വയ്ക്കില്ല. ഞങ്ങൾ എത്രത്തോളം വേദനയും പ്രയാസവും ഉണ്ടായാലും അത് സംഭവിക്കില്ല. ഈ യുദ്ധം തുടരാൻ ഞങ്ങൾക്ക് കഴിയും. അത് എത്ര കാലം നീണ്ടു നിന്നാലും. അദ്ദേഹം പലസ്തീൻ ജനതയ്ക്ക് നൽകിയ ഉറപ്പാണിത്. ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും എന്നൊരു താക്കീതും അദ്ദേഹം നെതന്യാഹുവിന് നൽകുന്നു. ശത്രുക്കൾക്ക് മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ലെന്നും നേർക്കുനേർ പോരാടുമെന്നും നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ചെറുപ്പക്കാരൻ. പോരാട്ട യാത്രയിലുടനീളം ഫലസ്തീനികൾക്ക് അബൂ ഹംസ അജ്ഞാതനായിരുന്നു. പക്ഷേ അവർ അദ്ദേഹത്തെ ഏറെ സ്നേഹിച്ചിരുന്നു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അബൂ ഹംസയുടെ വിവാഹമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം രക്തസാക്ഷിയായവരിൽ അദ്ദേഹത്തിൻ്റെ പുതുമണവാട്ടി ഷൈമ മഹ്മൂദ് വാഷയുമുണ്ട്. വിരലിലെണ്ണാവുന്ന നിമിഷങ്ങൾ പോലും ഈ ലോകത്ത് ഒന്നിച്ചു ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർക്ക്. മരണം പതിയിരിക്കുന്ന മണ്ണിൽ സ്വസ്ഥമായൊരു രാവ് പോലും അവർ ഉറങ്ങിയിട്ടുണ്ടാവില്ല.
സ്വർഗത്തിലിപ്പോൾ ഒരു ഒപ്പനപ്പാട്ടിൻ്റെ ഈരടികൾ കൂടി ഉയരുന്നുണ്ടാവാം. ഗസയിൽ നിന്ന് ചിറകടിച്ചുയർന്ന റൂഹുകളിൽ മധുവിധുവിൻ്റെ മണം മാറാത്ത ചെറുക്കനെയും അവൻ്റെ പെണ്ണിനെയും വരവേൽക്കാൻ.